ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. പട്ടികജാതി വികസന കോർപ്പറേഷൻ ഓഫീസിലേക്ക് പട്ടികജാതി മോർച്ച നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പീച്ചി മേഖലയിൽ ആശങ്കയായി വീണ്ടും ഭൂമിക്കടിയിൽ നിന്ന് വലിയ മുഴക്കം കേട്ടതായി നാട്ടുകാർ. മുഴക്കത്തോടൊപ്പം നേരിയ വിറയലും അനുഭവപ്പെട്ടു. നെന്മണിക്കര മടവാക്കരയിൽ സ്വത്ത് തർക്കത്തെ തുടർന്ന് പിതാവിനെ ചുറ്റിക കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ മകൻ അറസ്റ്റിൽ. മടവാക്കര സ്വദേശി രാധാകൃഷ്ണനാണ് അറസ്റ്റിലായത്. അതിരപ്പള്ളി പ്ലാന്റേഷൻ കോർപ്പറേഷനിൽ കാട്ടാനകൾ ഇറങ്ങി. അംഗനവാടി ഷെഡിന് മുകളിലേക്ക് കാട്ടാനകൾ എണ്ണപ്പന മറിച്ചിട്ടു. വാർത്തകൾ വിശദമായി. സംസ്ഥാന സർക്കാർ പട്ടികജാതി ദ്രോഹ നയങ്ങൾ സ്വീകരിക്കുന്നുവെന്നാരോപിച്ച് പട്ടികജാതി മോർച്ചയുടെ നേതൃത്വത്തിൽ പട്ടികജാതി വികസന കോർപ്പറേഷൻ ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. പാറമേക്കാവ് ക്ഷേത്ര പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് ഓഫീസിന് സമീപം ബാരിക്കേഡ് ഉയർത്തി പോലീസ് തടഞ്ഞു. പ്രവർത്തകർ ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമം നടത്തിയതോടെ പോലീസ് 2 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് പന്തളം പ്രഭാകർ ഉദ്ഘാടനം ചെയ്തു. SC മോർച്ച ജില്ലാ പ്രസിഡന്റ് അഭിലാഷ് അധ്യക്ഷത വഹിച്ചു. പട്ടികജാതി മോർച്ച സംസ്ഥാന പ്രസിഡന്റ് ഷാജുമോൻ വട്ടേക്കാട്, BJP തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ്, സുധീഷ് മേനോത്തുപറമ്പിൽ, രാകേഷ്, സജീവൻ പള്ളത്ത് തുടങ്ങിയവർ സംസാരിച്ചു. മാർച്ചാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഈ മാർച്ചിന്റെ അഭിലാഷ് ചേട്ടനെ ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. നാടകൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ ആളുകളെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ജില്ലയുടെ ഭാരവാഹികളായ എല്ലാ എന്റെ സഹപ്രവർത്തകരെയും ഹാർദമായി സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ പ്രഭാഷണത്തിന് വേണ്ടി അഭിലാഷ് ചേട്ടനെ ക്ഷണിക്കുന്നു. ഈ കേരള സംസ്ഥാനത്തിന്റെ പീച്ചി മേഖലയിൽ വീണ്ടും ഭൂമിക്കടിയിൽ നിന്ന് വലിയ മുഴക്കം കേട്ടതായി നാട്ടുകാർ. ഇന്നലെ രാത്രിയാണ് പ്രകമ്പനം അനുഭവപ്പെട്ടത്. പള്ളിക്കുന്ന്, തെക്കേകുളം, ജണ്ടമുക്ക് എന്നീ പ്രദേശങ്ങളിലാണ് തുടർചലനം പ്രകടമായത്. ഭൂമിക്കടിയിൽ നിന്ന് ഉച്ചത്തിലുള്ള മുഴക്കത്തോടൊപ്പം നേരിയ വിറയലും അനുഭവപ്പെട്ടു. നാശനഷ്ടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്നാൽ തുടർച്ചയായി മുഴക്കം കേൾക്കുന്നതിനാൽ നാട്ടുകാർ ആശങ്കയിലാണ്. കഴിഞ്ഞ 2 ദിവസങ്ങളായി പീച്ചി, പള്ളിക്കുന്ന് ഭാഗങ്ങളിൽ മുഴക്കങ്ങൾ ആവർത്തിക്കുന്നുണ്ട്. കഴിഞ്ഞ തിങ്കളാഴ്ച വൈകിട്ടുണ്ടായ പ്രകമ്പനത്തിൽ 9 വീടുകൾക്ക് വിള്ളൽ രൂപപ്പെട്ടിരുന്നു. നെന്മണിക്കര മടവാക്കരയിൽ സ്വത്ത് തർക്കത്തെ തുടർന്ന് പിതാവിനെ ചുറ്റിക കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ മകൻ അറസ്റ്റിൽ. മടവാക്കര പൊലിയേടത്ത് പറമ്പിൽ കൃഷ്ണനാണ് കൊല്ലപ്പെട്ടത്. കൃഷ്ണന്റെ ഇളയ മകൻ രാധാകൃഷ്ണനാണ് അറസ്റ്റിലായത്. വീട്ടിൽ തനിച്ചു താമസിച്ചിരുന്ന കൃഷ്ണനെ ചൊവ്വാഴ്ച രാവിലെയാണ് മുറിയിൽ മരിച്ച നിലയിൽ കണ്ടത്. ചെങ്ങാലൂരിലുള്ള മൂത്ത മകൻ മുരളീധരൻ ഫോണിൽ വിളിച്ച് കിട്ടാത്തതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കൊലപാതക വിവരം പുറത്തറിയുന്നത്. ശാസ്ത്രീയമായ അന്വേഷണത്തിനൊടുവിൽ പ്രതി രാധാകൃഷ്ണനാണെന്ന് തിരിച്ചറിഞ്ഞു. സ്വത്ത് തർക്കത്തെ തുടർന്ന് കൃഷ്ണനുമായി പിണങ്ങി തൊട്ടടുത്ത പറമ്പിലാണ് രാധാകൃഷ്ണനും കുടുംബവും താമസിച്ചിരുന്നത്. കൃഷ്ണന് ജീവനാംശമായി 3000 രൂപ നൽകാൻ കോടതി ഉത്തരവുണ്ടായിരുന്നു. എന്നാൽ ഈ തുക നൽകാൻ രാധാകൃഷ്ണൻ തയ്യാറാകാത്തതിനെ തുടർന്ന് കോടതി ഉത്തരവ് പ്രകാരം രാധാകൃഷ്ണന്റെ ഭൂമി അറ്റാച്ച് ചെയ്തിരുന്നു. ഈ സംഭവമാണ് പിതാവിനോടുള്ള വൈരാഗ്യത്തിനുള്ള കാരണം. പുതുക്കാട് SHO CM മഹേഷ്, SI PV പാട്രിക്, GSI PV സുഭാഷ് ലാൽ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. പ്രതിയെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ അതിരപ്പള്ളി ഡിവിഷനിൽ പ്രവർത്തിക്കുന്ന അംഗനവാടി ഷെഡിന് മുകളിലേക്ക് കാട്ടാനകൾ എണ്ണപ്പന മറിച്ചിട്ടു. ഷെഡ് ഭാഗികമായി തകർന്നു. ഇന്ന് രാവിലെയായിരുന്നു സംഭവം.
4 ആനകളെത്തി ഷെഡിന് സമീപം നിന്നിരുന്ന എണ്ണപ്പന മറിച്ചിടുകയായിരുന്നു. എണ്ണപ്പന തിന്നു തീർത്തതിന് ശേഷമാണ് ആനകൾ മടങ്ങിയത്. സമീപത്തെ സോളാർ ഫെൻസിംഗ് തകർത്താണ് ആനക്കൂട്ടം എണ്ണപ്പന തോട്ടത്തിലേക്ക് കടന്നത്. കാറളം കിഴുത്താണിയിൽ നിയന്ത്രണം വിട്ട കാർ ടൈലറിംഗ് കടയിലേക്ക് പാഞ്ഞു കയറിയ അപകടത്തിൽ ആർക്കും പരിക്കില്ല. കിഴുത്താണി സെന്ററിൽ പ്രവർത്തിക്കുന്ന കിഴുത്താണി സ്വദേശി വെട്ടിയാട്ടിൽ അനിരുദ്ധന്റെ ടൈലറിംഗ് ഷോപ്പിലേക്കാണ് കാറളം ഭാഗത്തേക്ക് വന്ന സ്വകാര്യ വ്യക്തിയുടെ കാർ ഇടിച്ചു കയറിയത്. അപകടത്തിൽ ഷോപ്പ് ഭാഗികമായി തകരുകയും 3 തയ്യൽ മെഷീനുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു. അപകടത്തിൽ സമീപത്തിരുന്ന ഒരു ഇരുചക്ര വാഹനത്തിനും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. 1 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. എരുമപ്പെട്ടി നെല്ലുവൈ പമ്പിന് സമീപം റോഡ് മുറിച്ചു കടക്കുന്നതിനിടയിൽ ബൈക്കിടിച്ച് കാൽനട യാത്രക്കാരനുൾപ്പെടെ 2 പേർക്ക് പരിക്കേറ്റു. ഇന്ന് രാവിലെ 6 മണിയോടെയാണ് അപകടമുണ്ടായത്. മങ്ങാട് സ്വദേശി സുബ്രഹ്മണ്യൻ, ബൈക്ക് യാത്രക്കാരനും പാഴിയോട്ടുമുറി സ്വദേശിയുമായ അബ്ദുൽ സലാം എന്നിവർക്കാണ് പരിക്കേറ്റത്. 2 പേരെയും എരുമപ്പെട്ടി ആക്സ് പ്രവർത്തകർ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. യുവതലമുറയെ നശിപ്പിക്കുന്ന മയക്കുമരുന്നിനെതിരെ റോട്ടറി ക്ലബ്ബ് ഓഫ് തൃശൂർ എലൈറ്റ്, തൃശൂർ സിറ്റി പോലീസിന്റെയും കോർപ്പറേഷന്റെയും സഹകരണത്തോടെ ഹൊറിസോൺ ഫൈറ്റ് അഗെയിൻസ്റ്റ് ഡ്രഗ്സ് എന്ന പേരിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിക്കും. വെള്ളിയാഴ്ച രാവിലെ 7-ന് തെക്കേ ഗോപുര നടയിൽ നിന്ന് റൺ അഗെയിൻസ്റ്റ് ഡ്രഗ്സ് എന്ന പേരിൽ ആരംഭിക്കുന്ന ലഹരി വിരുദ്ധ മാരത്തോൺ റോട്ടറി മുൻ ഡിസ്ട്രിക്ട് ഗവർണർ TR വിജയകുമാർ ഫ്ളാഗ് ഓഫ് ചെയ്യും. തുടർന്ന് ടൗൺ ഹാളിൽ നാർക്കോട്ടിക് സെൽ, ക്രൈം ഡിപ്പാർട്ട്മെന്റിലെയും ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ സെമിനാർ, സൈബർ ക്രൈം ബോധവൽക്കരണ ക്ലാസ് തുടങ്ങിയവ നടക്കും. വാർത്താസമ്മേളനത്തിൽ റോട്ടറി തൃശൂർ എലൈറ്റ് ക്ലബ്ബ് പ്രസിഡന്റ് VJ ആന്റണി, ടിൻഡോ ജോസ്, അഡ്വക്കേറ്റ് വിഷ്ണു ഹരി, അമൽ സുരേന്ദ്രൻ, പവൻ ചന്ദ് എന്നിവർ പങ്കെടുത്തു. കുഴൂരിൽ മലഞ്ചരക്ക് വ്യാപാര സ്ഥാപനം കുത്തി തുറന്ന് മോഷണം. ജാതിപത്രി, ജാതിപരിപ്പ് തുടങ്ങിയവയാണ് നഷ്ടപ്പെട്ടത്. 2 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. കൊരട്ടി സ്വദേശി പയ്യപ്പള്ളി വീട്ടിൽ ഫ്രാൻസിസിന്റെ സ്ഥാപനത്തിലാണ് മോഷണം നടന്നത്. മാള പോലീസ് കേസെടുത്തു. കേരള കർഷക സംഘം ഇരിങ്ങാലക്കുട ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെയും കോലം കത്തിച്ച് പ്രതിഷേധിച്ചു. ഇന്ത്യ അമേരിക്ക സ്വതന്ത്ര വ്യാപാര കരാറിൽ നിന്നും കേന്ദ്ര സർക്കാർ പിൻവാങ്ങുക എന്ന ആവശ്യം ഉന്നയിച്ചായിരുന്നു സമരം. പ്രതിഷേധ സമരം കേരള കർഷക സംഘം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം TG ശങ്കരനാരായണൻ ഉദ്ഘാടനം ചെയ്തു. കേരള കർഷക സംഘം ഇരിങ്ങാലക്കുട ഏരിയ പ്രസിഡന്റ് TS സജീവൻ അധ്യക്ഷത വഹിച്ചു. MP രാജു, VN ഉണ്ണികൃഷ്ണൻ, KK ഷൈജു, M അനിൽകുമാർ, KM സജീവൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. കേരള കർഷക സംഘം കൊടുങ്ങല്ലൂർ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ കർഷക വിരുദ്ധ നയങ്ങൾക്കെതിരെ പെരിഞ്ഞനത്ത് പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു. കേരള കർഷക സംഘം സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം PI സജിത ഉദ്ഘാടനം ചെയ്തു. കർഷക സംഘം ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് KK അബീദലി അധ്യക്ഷനായി. KS ദിലീപ് കുമാർ, KK വിജയൻ, KH സലീം, KD രാഗിന്ദ്, ലാലു പോളശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. പെട്ടെന്ന് സാധനം കിട്ടിയിട്ടുണ്ട്. നീ പോകുന്നതിന് മുമ്പ് ആ കേബിളൊന്ന് ശരിയാക്കിയിട്ട് പോണേ. ഇന്ന് എല്ലാരും ഉണ്ടല്ലോ ഒരുമിച്ച് സിനിമ കണക്റ്റായി. കണക്ട് ആകൂ, ലഹരിയോട് ഡിസ്കണക്ട് ആകൂ. കേരള വിഷൻ. ഇത് കാണുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താ ഈ കാണിക്കുന്നതെന്നല്ലേ. TV ഇനി ഫോണിലും കിട്ടും. കേരള വിഷൻ ഡിജിറ്റൽ TV സബ്സ്ക്രൈബേഴ്സിന് ഈ OTTയിലെ KV Go ഫീച്ചർ വഴി TV ഇനി എവിടെയും കാണാം.
വീണ്ടും വാർത്തകളിലേക്ക്. ഇനി കർക്കിടക സുഹൃതം. പ്രതിരോധശേഷിയും നൽകാനാണ് കർക്കിടക മാസത്തിൽ ആയുർവേദം സുഖചികിത്സ നിർദ്ദേശിക്കുന്നത്. ശരീരത്തെ സംരക്ഷിക്കുകയും പുതുക്കി പണിയുകയും ചെയ്യുന്ന ആരോഗ്യ ജാഗ്രതയുടെ കാലഘട്ടം കൂടിയാണിത്. വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഊർജവും ആരോഗ്യവും ശരീരത്തിന് നൽകുകയാണ് സുഖചികിത്സയുടെ ലക്ഷ്യം. വിവിധതരം ഔഷധക്കൂട്ടുകൾ ഉപയോഗിച്ചുള്ള ഒഴിച്ചിൽ, കിഴി, ധാര എന്നിവ വഴി ശരീരത്തിലെ വിഷാംശങ്ങൾ നീക്കുകയാണ് ചികിത്സയുടെ പ്രധാന ഘട്ടം. ദഹനശേഷി വർദ്ധിപ്പിക്കുന്നതിനും ഊന്നൽ നൽകുന്നു. നാഡീവ്യൂഹങ്ങളുടെ ആരോഗ്യം വീണ്ടെടുക്കാനും മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും കർക്കിടക ചികിത്സ സഹായിക്കും. കർക്കിടക മാസം രസായന ചികിത്സയ്ക്കും ഉത്തമമാണ്. വാത, പിത്ത, കഫദോഷങ്ങളാൽ സമ്മിശ്രമായ ശരീരത്തെ ശുദ്ധീകരിക്കുന്നതിനും ആയുർവേദം പ്രാധാന്യം നൽകുന്നു. ശരീരത്തിൽ നീർക്കെട്ട് മൂലമുണ്ടാകുന്ന വേദനകൾ, കൈകാൽ തെരുപ്പ്, തുമ്മൽ, അലർജി, ഉറക്കമില്ലായ്മ, ക്ഷീണം തുടങ്ങിയവയെല്ലാം പരിഹരിച്ച് ശരീരത്തിനും മനസ്സിനും ഉണർവും ഉന്മേഷവും നൽകാൻ ഇത്തരം സുഖചികിത്സകൾ കൊണ്ട് സാധിക്കും. TCV, തൃശൂർ. വാർത്തകളിലേക്ക്. ഡൽഹിയിൽ കോൺഗ്രസ് നേതാക്കൾക്ക് നേരെ നടന്ന പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ച് മറ്റത്തൂർ മണ്ഡലം കമ്മിറ്റി പ്രകടനം നടത്തി. പ്രസിഡന്റ് ഹസൻ വില്ലത്ത്, നേതാക്കളായ AB പ്രിൻസ്, ബെന്നി തൊണ്ടുങ്ങൽ, സായുജ് സുരേന്ദ്രൻ, ശാലിനി ജോയ് തുടങ്ങിയവർ നേതൃത്വം നൽകി. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് PDP തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നൈറ്റ് മാർച്ച് നടത്തി. കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ നിന്നും ആരംഭിച്ച മാർച്ച് തൃശൂർ റെയിൽവേ സ്റ്റേഷന് സമീപം സമാപിച്ചു. PDP തൃശൂർ ജില്ലാ നേതാവ് ജെൻസൺ ആലപ്പാട്ട് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് നൌഷാദ് കക്കാട് അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി മുസ്തഫ പുലിക്കണ്ണി, അഹമ്മദ് ഖാൻ, ഫിറോസ് തോട്ടപ്പടി, ഫൈസൽ ഖാദർ തുടങ്ങിയവർ പങ്കെടുത്തു. നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് DYFI പ്രവർത്തകർ ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. DYFI ചാവക്കാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പടിഞ്ഞാറേ നടയിൽ നിന്ന് ആരംഭിച്ച മാർച്ച് റെയിൽവേ സ്റ്റേഷന് മുന്നിൽ പോലീസ് തടഞ്ഞു. പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളും നടന്നു. തുടർന്ന് പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. പ്രതിഷേധ സമരം SFI ജില്ലാ സെക്രട്ടറി T അഭിജിത്ത് ഉദ്ഘാടനം ചെയ്തു. DYFI ജില്ലാ കമ്മിറ്റി അംഗം ഹസൻ മുബാറക് അധ്യക്ഷത വഹിച്ചു. DYFI ജില്ലാ ജോയിന്റ് സെക്രട്ടറി എറിൻ ആന്റണി, ജില്ലാ കമ്മിറ്റി അംഗം KS അനൂപ്, AU ജാബിർ, KS വിഷ്ണു, അമീറ സജീർ, K പ്രതീഷ് എന്നിവർ സംസാരിച്ചു. നീറ്റ് പരീക്ഷയിലെ ക്രമക്കേടിൽ പ്രതിഷേധിച്ച രാഹുൽ ഗാന്ധിയെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് താന്യം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനം നടത്തി. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ നിന്നും ആരംഭിച്ച മാർച്ച് പെരിങ്ങോട്ടുകര 3 കൂടിയ സെന്ററിൽ സമാപിച്ചു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ആൻഡോ തൊറയൻ, കോൺഗ്രസ് നേതാക്കളായ MK ചന്ദ്രൻ, EM ബഷീർ, ഷാഫി കല്ലുംകടവ് തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി. ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്ന രീതിയിൽ ഇന്നത്തെ ശിഖരങ്ങളിൽ അറക്കുന്ന രീതിയിലേക്ക് കേന്ദ്ര സർക്കാരിന്റെ ആളുകൾ. ഡൽഹിയിലെ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് CPI നാട്ടിക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃപ്രയാറിൽ പ്രകടനവും പൊതുയോഗവും നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം KP സന്ദീപ് ഉദ്ഘാടനം ചെയ്തു. CPI നാട്ടിക മണ്ഡലം സെക്രട്ടറി KM കിഷോർ കുമാർ, MV സുരേഷ് കുമാർ, കിഷോർ വാഴപ്പള്ളി, സുബിൻ നാസർ, KA ഉണ്ണികൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി. രാജ്യ തലസ്ഥാന നഗരിയിൽ നടക്കുന്ന അഴിഞ്ഞാട്ടത്തിനെതിരെ ഇന്ന് DYFI ഇരിങ്ങാലക്കുട ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ടൊവിനോ തോമസിന്റെ വീട്ടിലേക്ക് ഐക്യദാർഢ്യ മാർച്ച് സംഘടിപ്പിച്ചു. DYFI ജില്ലാ ജോയിന്റ് സെക്രട്ടറി C ധനുഷ് കുമാർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ഇരിങ്ങാലക്കുട ബ്ലോക്ക് സെക്രട്ടറി അഖിൽ ലക്ഷ്മണൻ, ട്രഷറർ KD യദു, വിഷ്ണു പ്രഭാകരൻ, KK രാംദാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ചന്ദ്രാപ്പന്നി ഹൈസ്കൂൾ റോഡിൽ കാനയ്ക്ക് മുകളിലെ സ്ലാബില്ലാത്ത ഭാഗത്ത് വാഹനങ്ങൾ കുടുങ്ങുന്നത് പതിവാകുന്നു. ചന്ദ്രാപ്പന്നി ശ്രീമുരുകൻ തിയേറ്ററിന് കിഴക്കുഭാഗത്തുള്ള റോഡരികിലെ കാനയാണ് അപകട ഭീഷണി ഉയർത്തുന്നത്. റോഡിന്റെ വീതി കുറവായതിനാൽ എതിരെ വരുന്ന വാഹനങ്ങൾക്ക് സൈഡ് നൽകുന്നതിനായി വാഹനങ്ങൾ റോഡരികിലേക്ക് ഒതുക്കുമ്പോഴാണ് പലപ്പോഴും ചക്രങ്ങൾ കാനയിലേക്ക് വീണ് കുടുങ്ങുന്നത്. ഇതുമൂലം യാത്രക്കാർക്കും വാഹനങ്ങൾക്കും ബുദ്ധിമുട്ട് നേരിടേണ്ടി വരുന്നതോടൊപ്പം ഗതാഗത തടസ്സവും ഉണ്ടാകാറുണ്ട്. ഹൈസ്കൂൾ റോഡിലെ വളവ് തിരിയുന്നതിനിടെ കാനയിൽ കുടുങ്ങിയ കാർ നാട്ടുകാരുടെ സഹായത്തോടെയാണ് പുറത്തെടുത്തത്. വൈദ്യുതി വിളക്കുകൾ പ്രകാശിക്കാത്തതിനാൽ ചേറ്റുവ പാലത്തിൽ അപകട ഭീഷണി.
നിരവധി തവണ അധികൃതർക്ക് പരാതി നൽകിയിട്ടും പരിഹാരമുണ്ടായില്ലെന്ന് നാട്ടുകാർ പറയുന്നു. ചേറ്റുവ പാലത്തിൽ മുഴുവനായും ശാസ്ത്രീയമായ രീതിയിൽ റീടാറിംഗ് നടത്തണമെന്നും യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പുവരുത്തണമെന്നും സാമൂഹ്യ പ്രവർത്തകൻ ലത്തീഫ് കെട്ടുമൽ ആവശ്യപ്പെട്ടു. എൽത്തുരുത്ത് സെന്റ് അലോഷ്യസ് LP സ്കൂളിൽ ചാന്ദ്രദിനം സംഘടിപ്പിച്ചു. ഭൂമിയിൽ നിന്നും ചന്ദ്രനിലേക്കുള്ള വിക്ഷേപണ പ്രദർശനത്തോടുകൂടി ഡിവിഷൻ കൗൺസിലർ സുമേഷ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ ഫ്രാൻസിസ് കുരിശ്ശേരി, സ്കൂൾ പ്രധാന അധ്യാപിക KP ബിന്ദു, സ്കൂൾ PTA പ്രസിഡന്റ് ലിനോ ജോസ്, അധ്യാപകരായ അലീന, ആഷ്ലി തുടങ്ങിയവർ പങ്കെടുത്തു. 4ാമത് മതിലകം പടിയൂർ പൈതൃകം ജലോത്സവത്തിന്റെ സംഘാടക സമിതി ഓഫീസ് തുറന്നു. പള്ളിവളയിൽ നടന്ന ചടങ്ങിൽ KK വത്സരാജ് MLA ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TK സുധീഷ് അധ്യക്ഷത വഹിച്ചു. മുൻ MLA ET ടൈസൺ, മതിലകം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PM ആൽഫ, പടിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് KP കണ്ണൻ, പഞ്ചായത്ത് അംഗം സുനിൽ P മേനോൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഫുട്ബോൾ മത്സരം അവസാനിച്ച കഴിഞ്ഞ ദിവസം ലോകം മുഴുവൻ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കാളികളാകുകയും അതിൻ്റെ പക്ഷം പിടിക്കുകയും ഒക്കെ ചെയ്ത് നടത്തുന്ന വലിയ മത്സരം, അതിൻ്റെ സാമ്പത്തികം മാത്രമല്ല, അത് ഉയർത്തുന്നൊരു ഐക്യ പ്രസ്ഥാനമുണ്ട്. ലോകമാകെയുള്ള മുഴുവൻ ജനങ്ങളെയും ബന്ധിപ്പിക്കുന്നൊരു വലിയ കായിക മാമാങ്കമായി അത് പരിണമിക്കുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള വലിയ മനുഷ്യ കൂട്ടായ്മകൾ ഉണ്ടാക്കിയെടുക്കാനും ഇത്തരം കായികമായ വിനോദങ്ങളിലൂടെ നമുക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളത് സമൂഹത്തിൽ വളരെ വലിയ ഒരു ഐക്യ സന്ദേശം. തൃശൂർ BSNL ഓഫീസിലേക്ക് SFI നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു മാർച്ച്. കൂടുതൽ വിവരങ്ങളുമായി ജിജി ആന്റണി ചേരുന്നു. ജിജി, എങ്ങനെയാണ് മാർച്ച് സംഘർഷത്തിലേക്ക് എത്തിയത്? കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കുക, അവകാശ പത്രിക അംഗീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് SFI ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് തൃശൂർ BSNL ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. മാർച്ചിൽ സംഘർഷത്തെ തുടർന്ന് പോലീസ് 4 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. എങ്കിലും പ്രവർത്തകർ തിരിഞ്ഞു പോകാൻ തയ്യാറായിട്ടില്ല. 100 കണക്കിന് SFI വിദ്യാർത്ഥികളാണ് മാർച്ചിൽ പങ്കെടുക്കുന്നത്. കുട്ടികൾ ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമത്തിലാണ്. ബാരിക്കേഡിന് മുകളിൽ കയറി നിന്നും മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നുണ്ട്. 4-5 തവണ തുടർച്ചയായി ജലപീരങ്കി പ്രയോഗിച്ചിട്ടും കുട്ടികൾ പിന്മാറാത്ത ഒരു സാഹചര്യത്തിലാണ് സംഘർഷം ഉടലെടുത്തിരിക്കുന്നത്. 100 കണക്കിന് പോലീസുകാർ ഇവിടെ സംഭടിച്ചിട്ടുണ്ട്. ബാരിക്കേഡുകൾ മറിച്ചിടാനുള്ള ശ്രമം തുടരുന്നു. ലിബീഷ്. തൃശൂർ BSNL ഓഫീസിലേക്ക് SFI നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. വിവരങ്ങളാണ് ജിജി നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്. മുണ്ടൂർ സെന്റ് മേരീസ് LP സ്കൂളിലെ LSS വിജയികളായ വിദ്യാർത്ഥികളെ ആദരിച്ചു. സ്കൂൾ ഹാളിൽ നടന്ന ചടങ്ങിൽ പ്രധാനാധ്യാപിക സിസ്റ്റർ ആൻസിറ്റ റോസ് അധ്യക്ഷത വഹിച്ചു. 24 കേരള ബറ്റാലിയൻ അസോസിയേറ്റ് NCC ഓഫീസർ മേജർ PJ സ്റ്റൈജു സമ്മാനങ്ങൾ വിതരണം ചെയ്തു. മുണ്ടത്തിക്കോട് NSS VHS സ്കൂളിൽ സയൻസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ചാന്ദ്രദിനത്തോടനുബന്ധിച്ച് സ്പെഷ്യൽ അസംബ്ലി നടത്തി. പ്രധാന അധ്യാപിക വീണ വേണുഗോപാൽ, സയൻസ് അധ്യാപകരായ ശുഭ T, മീര ഗോപാൽ, TS മീര എന്നിവർ സംസാരിച്ചു. ചന്ദ്രന് സ്വന്തമായി പ്രകാശമില്ല. സൂര്യനിൽ നിന്നുള്ള പ്രകാശമാണ് ചന്ദ്രൻ പ്രതിഫലിച്ച് ഭൂമിയിലേക്ക് പ്രതിഫലിക്കുന്നത്. കുട്ടനല്ലൂർ സെന്റ് ജൂഡ് ലത്തീൻ പള്ളിയിലെ വിശുദ്ധ യൂദാ തദേവയൂസിന്റെ നവവാര വ്യാഴാഴ്ച തിരുക്കർമ്മങ്ങൾക്ക് തുടക്കമായി. തിരുക്കർമ്മങ്ങൾക്ക് വികാരി ഫാദർ ഷിബിൻ കൂളിയത്ത് കാർമ്മികത്വം വഹിച്ചു. തിരുനാളിന് മുന്നോടിയായി ഇന്നു മുതൽ 9 വ്യാഴാഴ്ചകളിൽ പ്രത്യേക പ്രാർത്ഥനാ ശുശ്രൂഷകൾ നടത്തും. സെപ്റ്റംബർ 27 പ്രസിദ്ധേന്തി വാഴ്ച കൊടിയേറ്റം നടക്കും. സെപ്റ്റംബർ 18 മുതൽ 26 വരെ നവനാൾ. ഒക്ടോബർ 1 കൂട്ടുതിരുനാൾ.
BMS സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് വടക്കാഞ്ചേരി മേഖലയിലെ 75 സ്ഥലങ്ങളിൽ പതാക ഉയർത്തി. വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡ് യൂണിറ്റിൽ ജില്ലാ ട്രഷറർ വിപിൻ മംഗലം പതാക ഉയർത്തി. ജില്ലാ സെക്രട്ടറി AC കണ്ണൻ, യൂണിറ്റ് സെക്രട്ടറി A ബാബു തുടങ്ങിയവർ പങ്കെടുത്തു. പുന്നമ്പറമ്പ് മച്ചാട് സെന്റ് ആന്റണീസ് ദേവാലയത്തിനു കീഴിലെ വീരോലിപ്പാടം സെന്റ് അൽഫോൺസ കുടുംബ കൂട്ടായ്മയുടെ വാർഷികം ആഘോഷിച്ചു. വികാരി ഫാദർ ജോജോ എടത്തുരുത്തി ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് ജൂബി ചിറമ്മൽ അധ്യക്ഷത വഹിച്ചു. മദർ സിസ്റ്റർ സെലസ്റ്റി, സിസ്റ്റർ ജീൻസി മരിയ, കേന്ദ്ര സമിതി സെക്രട്ടറി ജോണി ചിറ്റിലപ്പള്ളി, കൈക്കാരൻ ജോൺ കല്ലിയൽ തുടങ്ങിയവർ സംസാരിച്ചു. കോണത്തുകുന്ന് കൊടക്കാപ്പറമ്പ് മഹാദേവ ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി ആനയൂട്ട് നടത്തി. മേൽശാന്തി മേച്ചേരിമന സുനിൽ ഗജപൂജ നടത്തി. തുടർന്ന് കൊമ്പൻ ബാസ്റ്റൻ വിനയചന്ദ്രന് ആനയൂട്ട് നടത്തി. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM Golden Diamonds, Manufacturers and Wholesalers, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 13,500 രൂപ, പവന് 1,80,000 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM Golden Diamonds, Manufacturers and Wholesalers, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. പട്ടികജാതി വികസന കോർപ്പറേഷൻ ഓഫീസിലേക്ക് പട്ടികജാതി മോർച്ച പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പീച്ചി മേഖലയിൽ ആശങ്കയെ വീണ്ടും ഭൂമിക്കടിയിൽ നിന്ന് വലിയ മുഴക്കം കേട്ടതായി നാട്ടുകാർ. മുഴക്കത്തോടൊപ്പം നേരിയ വിറയലും അനുഭവപ്പെട്ടു. നെന്മണിക്കര മടവാക്കരയിൽ സ്വത്ത് തർക്കത്തെ തുടർന്ന് പിതാവിനെ ചുറ്റിക കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ മകൻ അറസ്റ്റിൽ. മടവാക്കര സ്വദേശി രാധാകൃഷ്ണനാണ് അറസ്റ്റിലായത്. അതിരപ്പള്ളി പ്ലാന്റേഷൻ കോർപ്പറേഷനിൽ കാട്ടാനകളിറങ്ങി അംഗനവാടി ഷെഡിന് മുകളിലേക്ക് എണ്ണപ്പന മറിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.